നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ നിരവധി ആളുകൾ നിത്യേന അവിടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എത്താറുണ്ട്. ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട്, അമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ചില വിഷയങ്ങൾ. ഈ കഴിഞ്ഞ സമയങ്ങളിൽ അമ്പലത്തിനകത്ത് റീൽസ് ഷൂട്ട് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസും ഉണ്ടായി. ഏറ്റവും അവസാനം എന്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയന്റെ മകനും കുടുംബവും ഒക്കെ ക്ഷേത്ര ദർശനത്തിന് എത്തിയത് വലിയ വാർത്തയായിരുന്നു. അവർ ക്ഷേത്ര ദർശനത്തിന് എത്തിയ സമയത്ത് ഒളിച്ചും പതുങ്ങിയും ഒക്കെ ചില ആളുകൾ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതിനെ പിണറായി വിജയന്റെ മകനും മരുമകളും ഒക്കെ എതിർത്തു. ആ എതിർത്ത വിഷയം വലിയ വാർത്തയായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വാർത്തയാകാറുണ്ട്, വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. എന്നാൽ ഇവിടെ മറ്റു ചില ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ മറപിടിച്ച് പല വൃത്തികേടുകളും കാട്ടിക്കൂട്ടുന്നു. അത് വാർത്തയാകാറില്ല എന്ന ഒരു യാഥാർത്ഥ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല, ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഗുരുവായൂർ അമ്പലത്തിനടുത്ത് അമ്പലനടയിൽ ഒരുപാട് ലോഡ്ജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോഡ്ജുകളുള്ള ഒരു നഗരം അത് ഗുരുവായൂർ ക്ഷേത്ര നഗരമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ കണക്കുകൾ എൻ്റെ പക്കലില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കുടിവെള്ളത്തിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. ശുദ്ധമായ കുടിവെള്ളം കിട്ടാത്ത ഒരു പ്രശ്നം കാലങ്ങളായി ഗുരുവായൂരിലെ ആളുകൾ ഇവിടെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തായാലും ഈ ലോഡ്ജുകളുമായി ബന്ധപ്പെട്ട് ലോഡ്ജുകാർ പരസ്യം ചെയ്യാറുണ്ട്. അവരുടെ ലോഡ്ജിൽ നിന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, വളരെ അടുത്താണ്, ക്ഷേത്ര ദർശനത്തിന് പറ്റിയത് ഞങ്ങളുടെ ലോഡ്ജാണ് എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യങ്ങളാണ് പലരും ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ഞാനൊരു പരസ്യം കണ്ടു, ഗുരുവായൂർ അമ്പലനടയിലെ ഒരു ലോഡ്ജിന്റെ പരസ്യം. ജനൻ ടിവിയിലെ അനിൽ നമ്പ്യാർ ആ പരസ്യം അദ്ദേഹത്തിന്റെ FB പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ പരസ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കുറിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറിപ്പ് ഞാൻ പിന്നീട് വായിക്കാം. നിങ്ങൾ ആദ്യം ആ പരസ്യം ഒന്ന് കാണണം. നിങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ് ഒക്കെ കളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപ. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ഡേറ്റ് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, നല്ല പ്രൈവസി ഉണ്ട് അവിടെ. ഇവിടെ റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് ചെസ് കളിയിൽ തുടങ്ങിയ വീഡിയോ പിന്നെ പുരോഗമിക്കുന്നത് 100% അശ്ലീലമാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു മനുഷ്യൻ അയാളുടെ ബിസിനസ് ചെയ്തോട്ടെ, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ പരസ്യം ചെയ്തോട്ടെ. പക്ഷെ ഇത്ര വൃത്തികെട്ട രീതിയിലുള്ള ഒരു പരസ്യം ഒരു ആരാധനാലയത്തെ ബന്ധപ്പെടുത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. പൊറുക്കാൻ കഴിയാത്ത ഒരു തെറ്റ് തന്നെയാണ് ഇവിടെ ഈ ഒരു ലോഡ്ജിന്റെ ഉടമ ചെയ്തിരിക്കുന്നത്. അനിൽ നമ്പ്യാരുടെ ആ പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. എന്തായാലും ഏറ്റവും അവസാനം അദ്ദേഹം എഴുതിയ ആ ഒരു വരി മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് മറ്റൊന്നുമല്ല, ലോഡ്ജിന്റെ ഉടമ, ആരും തെറ്റിദ്ധരിക്കേണ്ട, ലോഡ്ജിന്റെ ഉടമ തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരു ഹിന്ദുവാണ് എന്നാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. ഇനി ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു ആരാധനാലയത്തോട് കാണിക്കുന്ന ഒരു മര്യാദകേടായിട്ടേ നമുക്ക് ഈ ഒരു പരസ്യത്തെ കാണാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്.